എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ചെങ്ങിൻ്റെയും ഹോങ്ങിൻ്റെയും ഈ ഒരു ആൾമാറാട്ടം ഇനി ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ചെങ്ങ് ലിന്നിൻ്റെ വീട്ടിൽ നിന്ന് സ്ഥലം മാറുകയാണ്. വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും ചെങ്ങിൻ്റെ ബാഗ് ലിൻ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ സമയം അവളെ ചെങ്ങ് മറക്കാതിരിക്കാനായിട്ട് അവളെപ്പോഴും വായിച്ചുകൊണ്ടിരുന്ന ഒരു ബുക്ക് ചെങ്ങിൻ്റെ ബാഗിലേക്ക് വെക്കുകയാണ്. അതേസമയം ഇങ്ങനെ ഒരു ആൾമാറാട്ടത്തിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ തൻ്റെ ഫാൻസിന് താൻ മറ്റെന്തിലും വില കൽപ്പിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് ചെങ് ഒരു 1 ഡേ വിത്ത് ചെങ് എന്ന് പറഞ്ഞൊരു ഷോ നടത്താൻ തീരുമാനിക്കുകയാണ്. ആ ഒരു കോൺടെസ്റ്റിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് ചെങ്ങിനെ ബന്ധപ്പെട്ടായിരിക്കും. ആ ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകുന്ന ഒരാൾക്ക് ചെങ്ങിൻ്റെ കൂടെ ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാവും. പിന്നീട് ചെങ്ങിന് ആ അജ്ഞാത നമ്പറിൽ നിന്ന് മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നത് ഡ്രൈവറായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് ചെങ് അയാൾക്ക് മെസ്സേജ് ഇടുകയാണ്. മെസ്സേജ് കണ്ട ഡ്രൈവർ ഞാൻ ഓക്കെ ആണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴും നമുക്കിവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാനായിട്ടുള്ളൊരു മാർഗം കണ്ടുപിടിക്കണമെന്ന് ചെങ്ങ് പറയാണ്. പക്ഷേ ഇപ്പോൾ ബോസിൻ്റെ രൂപത്തിൽ അവിടെ നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർക്ക് തിരിച്ചു പോകാനായിട്ട് ഒരാഗ്രഹവുമില്ല. അതുകൊണ്ട് തന്നെ ആ മെസ്സേജിന് അയാൾ റിപ്ലൈ ഒന്നും അയക്കുന്നില്ല. ഇങ്ങനെ ഒരു നല്ല ജീവിതത്തിൽ നിന്ന് ആ പഴയ ഡ്രൈവറിൻ്റെ ജീവിതത്തിലേക്ക് പോകാൻ അയാൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. ചെങ്ങ് നടത്തുന്ന ആ കോൺടെസ്റ്റിൽ വിജയിക്കാനായിട്ട് ലിന്നും ചൂവൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻസിന് ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെങ്ങിൻ്റെ കൂടെ ഒരുമിച്ച് ഒരുപാട് ദിവസം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ലിന്നിന് ആ ചോദ്യങ്ങളൊന്നും ഒരുപാട് ഹാർഡായിട്ട് തോന്നുന്നില്ല. ഏറ്റവും ലാസ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരം ലിന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് വരുമ്പോൾ ചൂ പെട്ടെന്ന് അവളെ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് ജ്യൂസ് എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ്. ലിന്നിൻ്റെ ഫോൺ എടുത്ത് ചൂ ആ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഉത്തരം എഴുതുകയാണ്. ആ ക്വസ്റ്റ്യൻ വേറൊന്നും ആയിരുന്നില്ല, ചെങ്ങിൻ്റെ കൂടെ ചിലവഴിക്കാൻ ദിവസം കിട്ടുമ്പം ആ ദിവസം എന്തൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹം എന്നുള്ളൊരു വിഷ് ലിസ്റ്റ് ആയിരുന്നു ആ ഒരു ചോദ്യം. എന്തായാലും അതിനിപ്പോൾ ഉത്തരം നൽകുന്നത് ചൂ ആണ്. അങ്ങനെ പിന്നീട് ആ ഒരു കോൺടെസ്റ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പം ഏറ്റവും അട്രാക്റ്റീവായിട്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയത് ലിന്നാണ്. അങ്ങനെ ആ നറുക്ക് വീഴുന്നത് ലിന്നിനാണ്. ഇതറിയുന്ന ലിന്നിന് വളരെയധികം സന്തോഷമാവുകയാണ്. ചെങ്ങിൻ്റെ കൂടെ ഇതിനു മുമ്പും അവൾ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇപ്രാവശ്യം അവൾ ചെങ്ങിൻ്റെ കൂടെ ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ്. ഇത് കാണുന്ന ചൂവിനും വളരെയധികം സന്തോഷമാവുകയാണ്. പോകാനായിട്ട് റെഡിയാവുന്ന ലിന്നി എടുത്ത ഡ്രസ്സൊന്നും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ചൂ അവളുടെ കുറച്ച് ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയാണ്. ഇതിലേതെങ്കിലും ഇട്ട് നോക്കാൻ പറഞ്ഞ്. അങ്ങനെ ലിന്നിനെ പിക്കാനായിട്ട് കാർ വരുന്നു. ആ കാറിലെ ഡ്രൈവർ തന്നെ ചെങ്ങായിരുന്നു. ലിന്നി ഇട്ടിരുന്ന ഡ്രസ്സ് കണ്ടിട്ട് അവൾ അതിലത്രയ്ക്ക് കംഫർട്ടബിൾ അല്ല എന്ന് മനസ്സിലാവുന്ന ചെങ്ങ് അവൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് ഇതെടുത്തിട്ടോളാം പറയാണ്. അങ്ങനെ കാറിനുള്ളിരുന്ന് അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പം അവൻ വെളിയിലിരുന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ രണ്ടുപേരും കപ്പിൾ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ് ആദ്യം പോകുന്നത്. അവിടെ ചെന്ന് മെറി ഗോ റൗണ്ടിലും അതുപോലെ പല റൈഡുകളിലും അവർ കയറി എൻജോയ് ചെയ്യാണ്. അതിനുശേഷം ഒരു ഓഷ്യൻ പാർക്കിലും അവർ പോകുന്നുണ്ട്. പിന്നീട് അവർ ഒരു ബോട്ട് റൈഡിനായിട്ടാണ് പോകുന്നത്. അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും അവസാനത്തെ ചോദ്യമായ ചെങ്ങിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പം എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആ ചോദ്യത്തിന് ലിൻ കൊടുത്തിരുന്ന ആൻസറായിരുന്നു. അതേ ലിസ്റ്റിലെ ഒന്നും തിരുത്താതെ ചൂ അതിൽ എഴുതി കൂട്ടിയത് ചെങ്ങ് തന്നെ കിസ് ചെയ്യണം എന്നൊരാഗ്രഹമായിരുന്നു. അങ്ങനെ ആ ഒരു ലിസ്റ്റിലെ അവസാനത്തെ ആഗ്രഹമെന്ന് ലിൻ കരുതുന്ന ഒരു ഫെയറി ടെയിൽ ഡേറ്റും ചെങ്ങ് ലിന്നിന് സമ്മാനിക്കുന്നു. അങ്ങനെ അവളുടെ വിഷ് ലിസ്റ്റിലുള്ളതെല്ലാം കഴിഞ്ഞല്ലോ എന്നോർത്ത് അവൾക്ക് ചെറിയ സങ്കടമൊക്കെ ആവുന്നുണ്ട്. അതേസമയം അവളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടാൻ വരികയാണ് ചെങ്ങ്. തിരിച്ച് വീട്ടിലേക്ക് വന്ന ലിന്ന് ചെങ്ങിനോട് വെറും ഒരു ഫാൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയാണ്. അതായത്, നിങ്ങളെ ടി വിയിൽ കൂടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, ഇതുപോലെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് സമയം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്, ഈ ഒരു ദിവസം മറക്കില്ല എന്നൊക്കെയാണ് അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എങ്ങാനും ഇത് റെക്കോർഡിംഗ് ആണെങ്കിലോ എന്നോർത്തിട്ടാണ് അവളങ്ങനെ പറഞ്ഞത്. അവൾ പോകാൻ തുടങ്ങുമ്പം കഴിഞ്ഞിട്ടില്ല, ആ ലിസ്റ്റിൽ ഒരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു എന്ന് ചെങ്ങ പറയാണ്. പക്ഷേ അവളുടെ അറിവിൽ അവൾ അങ്ങനെ ഒന്നും തന്നെ അതിൽ കൂടുതൽ എഴുതിയിട്ടില്ലായിരുന്നു. ചെങ്ങ് അങ്ങനെ അവൾ പോലും പ്രതീക്ഷിക്കാതെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് കിസ് ചെയ്യാനായിട്ട് അവളുടെ അടുത്തേക്ക് വരികയാണ്. അവിടം കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. കൂടാതെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.